അയ്യോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നും ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. പ്രൊഡക്റ്റീവ് ഡേ എന്തൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, അറിയത്തില്ല പ്രൊഡക്റ്റീവ് ആവോ ഇല്ലയോ എന്നുള്ളത്. വ്ളോഗ് കഴിയാറാകുമ്പോഴത്തേക്കും ഒരാൾ കൂടെ എൻ്റെ വ്ളോഗിൽ ജോയിൻ ചെയ്തിട്ടാണ്. അതാരാണെന്നല്ലേ? സർപ്രൈസ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടോ, എന്നിട്ട് കാണുന്നേ. അപ്പോൾ നമ്മുടെ ആദ്യ ദിവസം തുടക്കത്തൊക്കെ അറിയാതല്ലേ, മുറ്റ പിടിച്ച് നമുക്ക് തുടക്കം. കൊള്ളും അല്ലേ? നമുക്ക് നമ്മളെല്ലാം തേക്കാറുള്ളൂ അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ആയി ഗൈസ്. പത്തിരിയും ഇന്നലെ ഇടത്താഴ് ഉണ്ടാക്കിയ പത്തിരിയും എല്ലാ ഇടയത്താഴത്തേക്കുള്ള പത്തിരിയും പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു. അവിടെ ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ, നോമ്പല്ലോ. അതുകൊണ്ട് ഇത് ഹൈസിൻ്റെ പുതിയതാണല്ലേ, പുതിയ ബലൂണാണല്ലേ? ആരോ വാങ്ങിച്ചെന്ന വലിയ ബലൂൺ? പാപ്പയാണോ? അങ്ങനെ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞു. ഹൈ, ഞാനങ്ങനെ ഓഫീസിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതാണ് ഔട്ട്ഫിറ്റ്. അയ്യോ, അപ്പോൾ പോകണം. മണി 8 വാപ്പയുടെ പോകണം. അപ്പം തെറ്റായി ഞാൻ പോവാണ്. ബാഗൊക്കെ എടുത്ത്, ബാഗിലൊന്നും ഇല്ല പ്രത്യേകിച്ച്. മെയിനായിട്ടുള്ള കാര്യം പോകുമ്പോഴെടുക്കേണ്ടതാണ് ഹെഡ്സെറ്റ്. കാരണം വണ്ടിയിൽ ഒരു അത്യാവശ്യം യാത്രയുണ്ട്. സോ ഹെഡ്സെറ്റ് ഈസ് മസ്റ്റ്, അല്ലെങ്കിൽ ബോറടിച്ച് ചാവും. പോവാണ്, ഓഫീസിൽ പോവാണ്. തുറക്ക്, അമ്പോ കുടുംബിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. കുടുംബിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ആരെ കെട്ടി തന്ന ഈസു? ആരെ കെട്ടി തന്ന? നോക്കട്ടെ, സുന്ദരിയാണോ നോക്കട്ടെ. പറഞ്ഞെന്തിനാ സർപ്രൈസ് ആക്കായിരുന്നല്ല. അമ്മ എന്ത് മീനാ? ചിക്കനല്ല, മീനത്. ഇതെന്തമ്മ? മോനൊന്ന് സ്പെഷ്യലാണോ? അതിന് രാവിലെ അയക്കാളടുത്തൊന്നും മീൻ വാങ്ങിച്ചിട്ടുണ്ടായില്ല. ഉമ്മയുടെ മുത്തല്ലാട്ടാ, എങ്ങനെ റോഡി? റംലുവിന്റെ മോളാണോ ഉമ്മിയുടെ മോളാണോ? ഓ, ഇതെന്തോ കൈവശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ മോളല്ലേ? എന്റെ മോളല്ലേ അപ്പാ? ഏതിലൊന്നും ഉറപ്പിക്ക. റാഷിയുടെ മോളാണോ റംലുവിന്റെ മോളാണോ? നമുക്ക് തന്നത് കേക്കട്ടെ. ഓ ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ ഒരു പുളിയൊക്കെ പാസ്സാക്കിയിട്ടു. ഇനി നമുക്ക് അടുക്കളയിലേക്ക് നമുക്ക് പ്രവേശനം നടത്താം. പിന്നെ ഞാൻ മറ്റേ ഉന്നക്ക ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ലെറ്റ്സ് ഡു ദാറ്റ്. ഹൈസാ, എന്ത് ചെയ്യാണ്? ഉന്നക്കായ ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ എന്റെ മൈൻഡില് പഴം ഇങ്ങനെ തൊലി പൊളിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഉമ്മാതാജി എല്ലാം അതിനെപ്പറ്റി പറയണത്. നീ എന്തിനാണ് തൊലി പൊളിച്ചതെന്ന്. തൊലി പൊളിക്കാതെ തന്നെ ഇത് വെച്ചാൽ മതിയെന്ന്. ഇപ്പൊ ഞാൻ കണ്ട പഴത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പൊരിച്ച് കുഴപ്പമില്ല കേട്ടാ. സെറ്റ് ആ ഊട്ടാവങ്ങി. 6 മണിയായി. 6 സമയം കഴിയുന്നു.
വെച്ച് വേഗം ഉന്നക്കായ സെറ്റപ്പാക്കാം. നമുക്ക് വേഗം ഫില്ലിങ് വെച്ചിട്ട് ഉന്നക്കായ സെറ്റപ്പാക്കാമെന്നാണ് എൻ്റെ ഒരു ഉന്നക്കായ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ തൊലിയല്ല തൊലി നിലാണ് തൊണ്ട് പൊളിച്ചിട്ടുകൊണ്ട് ഉണ്ടാക്കിയ സമയത്തൊന്നും ഒട്ടുണ്ടായില്ല. എന്നാലും ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല, നല്ല സാളൊക്കെയാണ് ഇട്ടേക്കണേ. എന്നാലും ആ ഒരു ഷേപ്പിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഇത്തട്ടൊക്കെ ചെറിയ കുട്ടൊക്കെ പോലെയൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് വെന്തുപോയി, വെള്ളം കയറി ഉള്ളിലേക്ക്. ആ കുഴപ്പമില്ല, നമ്മളല്ലേ പുറത്തുനിന്ന് വരില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ. പ്ലീസ് ആരെന്ന് തന്നെ ആരെന്നെ അച്ചു വരുമോ? എവിടെ നിന്ന് തന്നെ അച്ചു? ഗൾഫിൽ നിന്ന് വരുമോ? എന്തുട്ട് അച്ചു വരുമ്പോ കൊണ്ടുവരാൻ പറഞ്ഞേക്കണ? ഉമ്മിക്ക് തരാമോ മിഠായി കൊണ്ടുവരുമ്പോ? നാണോണി പിള്ളക്ക് കാണിച്ചിരിക്കണ്. മിഠായി കൊടുക്കണ്ട കേട്ടോ അവക്ക്. നമ്മളൊക്കെ നാണമാണ് വെച്ചോ. മാമ നമുക്ക് പിന്നെ അവളോടെ ഇരിക്കട്ടെ. വാ, അതിലാണ് മിഠായി. സുന്ദരനായിട്ടുണ്ടാണ്. അയ്യേ പിന്നെ കിടന്നേക്കണ്. ക്ഷീണോണ്, നോമ്പുടിച്ച ക്ഷീണിച്ചു. നാണം അറിയാ. ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വീഡിയോ. അപ്പോൾ ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് വ്ളോഗ്. ഒരു കുട്ടി വ്ളോഗായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളോട് ഈ ചാനലിൽ ജോയിൻ ചെയ്യുമെന്ന്. ഇറ്റ്സ് മൈ ഹസ്ബൻഡ്. പുള്ളി ഇന്ന് വന്നു. ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് വ്ളോഗ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.